Good morning, students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ we started frontal diffraction. Frontal diffraction എന്താണെന്ന് പറഞ്ഞു. അതായത് ബേസിക്കലി either source or screen or both are at fixed distances. Okay. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അല്ലാതെ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലാണെങ്കിൽ so such diffraction is called frontal diffraction. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ഫ്രണൽ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തതെന്ന് പറഞ്ഞു. സോ ബേസിക്കലി ഹി ക്രിയേറ്റഡ് സോ മെനി സോൺസ്, ഹാഫ് പീരീഡ് സോൺസ്. ഓക്കെ, ഹാഫ് പീരീഡ് സോൺസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. സോ ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ചെയ്തു വെച്ചാൽ ഒരു പാരലൽ ബീം, അതായത് പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ദെൻ അതിനെ നമ്മൾ പല സോണുകളായിട്ട് ഒരു ഇമാജിനറി ക്രോസ് സെക്ഷൻ എടുത്തിട്ട്, എവിടെയാണെന്നൊന്നും പറയുന്നില്ല, ഒരു ഇമാജിനറി ക്രോസ് സെക്ഷൻ എടുത്തിട്ട് ആ ക്രോസ് സെക്ഷൻ എന്ന ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി നമ്മൾ ഈ ടോട്ടൽ പ്ലെയിൻ വേവ് ഫ്രണ്ട് കൊണ്ട് ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി അത് നമ്മൾ കണ്ടുപിടിച്ചു വന്നപ്പോൾ സോ ദാറ്റ് ഈസ് ബേസിക്കലി ഇൻറ്റൻസിറ്റി അല്ല, ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് is only contribution from half of the first half period zone. നമ്മൾ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ പകുതി കൊണ്ടുണ്ടാവുന്ന കോൺട്രിബ്യൂഷൻ മാത്രമേ പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, സോ അങ്ങനെ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എന്താ പറയുക, റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ട്രൂ ആണെന്ന് ആദ്യകാലത്ത് പറഞ്ഞിരുന്നു എന്ന്. ബേസിക്കലി റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഓൺലി പാർഷ്യലി ട്രൂ, കംപ്ലീറ്റ്ലി ട്രൂ അല്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ കോൺട്രിബ്യൂഷൻ ഓൺലി ഡ്യൂ ടു ഹാഫ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. അപ്പോൾ ബേസിക്കലി അത് വളരെ ചെറുതായിരിക്കും. ഹാഫ് പീരീഡ് സോൺ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ചെറിയ സോണുകളാണ് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണൊക്കെ. അപ്പോൾ നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റുകളൊക്കെ ദ സൈസ് ഓഫ് ദീസ് ഒബ്ജക്ട്സ് വിൽ ബി വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി അവിടെ ഇൻറ്റൻസിറ്റി ഒന്നും ഉണ്ടാവില്ല, നമ്മൾ അങ്ങനെ നോട്ടീസ് ചെയ്യില്ല. ഓക്കെ, അത്രയ്ക്ക് നോട്ടീസബിൾ ഇൻറ്റൻസിറ്റി അവിടെ ഉണ്ടായിരിക്കില്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചു, സോ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് തലതിരിഞ്ഞ് മൂക്ക് പിടിക്കുന്ന പരിപാടി എന്തിനാ? നമ്മളൊരു ഇമാജിനറി പ്ലെയിനൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതിനെ പല പല സോണുകളാക്കി ആ സോണുകളിൽ നിന്നുണ്ടാവുന്ന ഓരോ ലൈറ്റിൻ്റെയും സൂപ്പർ പൊസിഷനൊക്കെ കണ്ടുവച്ചിട്ടാണ് നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി കണ്ടുപിടിച്ചത്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ വെച്ചത്. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ കുറച്ചും കൂടി കണ്ടിന്യൂഷൻ നോക്കാം. എന്താണ് അങ്ങനെ ഒരു കാൽക്കുലേഷൻ നീഡ്, അല്ലെങ്കിൽ അത് വെച്ച് എന്തൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ എന്താ പറയുക, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കൊണ്ടുണ്ടാവുന്ന പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റി ഏത് സോൺ എന്നുള്ള കോൺട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നൗ വി വിൽ സീ ദ ഡൈഫ്രാക്ഷൻ ഡ്യൂ ടു എ സർക്കുലർ അപ്പർച്ചർ, ഫ്രണൽ ഡൈഫ്രാക്ഷൻ. അപ്പോൾ നമ്മളൊരു സർക്കുലർ അപ്പർച്ചറിൻ്റെ ഫ്രാൻഹോഫർ ഡൈഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷനും പാറ്റേണും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഇന്നത്തെ ക്ലാസ്സിൽ സോ ബേസിക്കലി ഞാൻ ഒരു ഫിഗർ വരച്ചിരിക്കുന്നതിൽ സോ ബേസിക്കലി ഒരു ലൈറ്റ് വരുന്നുണ്ട്. ആ റെഡ് ബീം കാണുന്നത് ഇറ്റ്സ് എ പാരലൽ ബീം ഓഫ് ലൈറ്റ്. ഓക്കെ, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്. സോ ഫ്രണലിൽ ഇപ്പോൾ ഇവിടെ സോഴ്സ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്, എന്നാൽ മാത്രമേ പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുള്ളൂ. ഓക്കെ, പക്ഷെ ഞാനിവിടെ സ്ക്രീൻ വെച്ചിരിക്കുന്നത് ഫിക്സഡ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആവാഞ്ഞാൽ മതി, ദാറ്റ് വിൽ ബിക്കം ഫ്രണൽ. ഓക്കെ, സോ ഞാനിവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ അപ്പർച്ചർ വെക്കാനായിട്ട് ഒരു ഒപ്പേക്ക് സ്ക്രീൻ, ഒരു ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ എൻ്റെ സ്ലിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ എന്താ പറയുക, സ്ലിറ്റ് വിഡ്ത്ത് അല്ലെങ്കിൽ അപ്പർച്ചർ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു അഡ്ജസ്റ്റബിൾ അപ്പർച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പർച്ചർ വെച്ചിരിക്കുകയാണ്.
then അതിൽ ലൈറ്റ് വന്നിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. നൗ ഐ വിൽ സ്റ്റാർട്ട് ഇൻട്രൊഡ്യൂസിങ് അപ്പർച്ചർ. ഇപ്പോൾ ഇവിടെ ഞാൻ ചെറിയൊരു ഹോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം എ സർക്കുലർ അപ്പർച്ചർ. അപ്പോൾ അത്രയും ഇപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ സ്ക്രീനിലുണ്ട്. സോ കംപ്ലീറ്റ്ലി ലൈറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇൻറ്റൻസിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. ഇൻറ്റൻസിറ്റി വിൽ ബിക്കം 0. ഓക്കെ, നൗ ഓക്കെ, ഞാൻ ഈ സ്ക്രീൻ വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B ഡിസ്റ്റൻസിലാണ്. ഓക്കെ, സോ ഈ അപ്പർച്ചർ എന്ന് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് B ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഫ് പീരീഡ് സോൺസ് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ. സോ വാട്ട് വിൽ ബി ദ സൈസ് ഓഫ് റേഡിയസ് ഓഫ് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ, റേഡിയസ് ഓഫ് സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ, അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി റൂട്ട് B ലാംഡ. അതായിരിക്കും ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിന്റെ റേഡിയസ്. റൂട്ട് 2B ലാംഡ ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിന്റെ റേഡിയസ്. അങ്ങനെ നമുക്ക് N ഹാഫ് പീരീഡ് സോണിന്റെ റേഡിയസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫിഗറിൽ ആ ബ്ലൂ സർക്കിളുകൾ വരച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ഹാഫ് പീരീഡ് സോൺസ്. ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ, സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ, തേർഡ് ഹാഫ് പീരീഡ് സോൺ. ഞാനിവിടെ 3 ഹാഫ് പീരീഡ് സോൺ വരച്ചിട്ടുണ്ട്. നൗ വാട്ട് ഐ ഡു ഈസ് I introduce a small circular aperture. ഓക്കെ, ഞാൻ ആ ഡാർക്ക് സ്ക്രീനിൻ്റെ നടുക്ക് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ സർക്കുലർ അപ്പർച്ചറാണത്. അപ്പം ഞാൻ ആദ്യം ഒരു ചെറിയൊരു സർക്കുലർ അപ്പർച്ചർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ സർക്കുലർ അപ്പർച്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ്, ദാറ്റ് സൈസ് ഓഫ് ദാറ്റ് സർക്കുലർ അപ്പർച്ചർ ഈസ് ലെസ് ദാൻ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. ഓക്കെ, ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ സൈസിനേക്കാൾ ചെറുതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അപ്പർച്ചറിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ എങ്ങനെ ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻറ്റൻസിറ്റി ദ ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദ പോയിന്റ് P is given by U equal to U1 minus U2 plus U3 minus U4. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, where U1 is the contribution from the first half period zone, U2 is the contribution from the second half period zone, and so on. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൽ വരുന്നത് പോസിറ്റീവ് ആയിരിക്കും, മറ്റേത് നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് അത് രണ്ടും തമ്മിലൊരു പാത്ത് ഡിഫറൻസ് പൈ ഉണ്ടായിരിക്കും. λ/2 ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് പൈ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഹാഫ് പീരീഡ് സോണും തേർഡ് ഹാഫ് പീരീഡ് സോണും എന്നുള്ള കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ബിക്കോസ് അതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈവൻ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിന്റെ കോൺട്രിബ്യൂഷൻ പോലും കംപ്ലീറ്റ് ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, സോ ബേസിക്കലി ആ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിന്റെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതെല്ലാം പോസിറ്റീവ് ആയിരിക്കും, ആഡ് അപ്പ് ചെയ്യുള്ളൂ. സോ ബേസിക്കലി ഇഫ് യു സ്റ്റാർട്ട് ടു ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ അപ്പർച്ചർ, അപ്പോൾ അതിൻ്റെ സ്ക്രീനിൽ ആ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി കൂടി വരും. ഓക്കെ, ഇപ്പോൾ ഒരു അടുത്ത ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സൈസ് കുറച്ചും കൂട്ടി, ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ P എന്ന് പറയുന്നുള്ള പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി കുറച്ചും കൂടി. അടുത്ത ഫിഗർ നോക്കുക, പിന്നെയും ഞാൻ സർക്കുലർ അപ്പർച്ചറിൻ്റെ സൈസ് കൂട്ടി. അഗെയിൻ ദാറ്റ് ഈസ് ഇൻസൈഡ് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. അപ്പോൾ അവിടെ ഇൻറ്റൻസിറ്റി കുറച്ചും കൂടി. ദെൻ സർക്കുലർ അപ്പർച്ചറിൻ്റെ സൈസ് എക്സാക്ട്ലി ഈക്വൽ ടു ഹാഫ് ഓഫ് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ റേഡിയസും സർക്കുലർ അപ്പർച്ചറിൻ്റെ റേഡിയസും സെയിം ആയി മാറി. ഇതാണ് മേലെ എഴുതിയിരിക്കുന്നത്, A ഈക്വൽ ടു റൂട്ട് ഓഫ് B ലാംഡ. അതായത് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ കോൺട്രിബ്യൂഷൻ മുഴുവനും ഉണ്ട്. ദാറ്റ് ദ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഫ്രം U1, U2 ഇല്ല. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ഇൻറ്റൻസിറ്റി അല്ല, ദറ്റ് ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി ഈ ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, U1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് പോയിന്റ് P വിൽ ബി ദ ബ്രൈറ്റസ്റ്റ് അറ്റ് ദിസ് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോൾ P എന്ന് പറയുന്ന പോയിന്റിൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ദാറ്റ് വിൽ ബി ദ ബ്രൈറ്റസ്റ്റ് പോയിന്റ്, മാക്സിമം ഇൻറ്റൻസിറ്റി. Okay, now
എഗെയിൻ ഞാൻ കുറച്ചും കൂടിയും സർക്കുലർ അപ്പർച്ചറിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യാണ്. ദാറ്റ് ഇസ് ബിയോണ്ട് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. കുറച്ചും കൂടിയും കൂട്ടി, ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിനേക്കാൾ കുറച്ചും കൂടിയും കൂട്ടി. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിന്റെ കോൺട്രിബ്യൂഷൻ മുഴുവനും ഉണ്ടായിരിക്കും, സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിന്റെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടായിരിക്കും U2ന്റെ. പക്ഷെ അത് നെഗറ്റീവാണ്. അപ്പൊ എന്താ ബേസിക്കലി സംഭവിക്കുക വെച്ചാൽ ഇന്റൻസിറ്റി കുറയുകയാണ് ചെയ്യുക. ഓക്കെ, again I'm increasing radius, again the intensity get again reduced. കുറച്ചും കൂടിയും റേഡിയസ് കൂട്ടിയാൽ ഇന്റൻസിറ്റി പിന്നെയും കുറയും, കുറച്ചും കൂടി കൂട്ടി, ദാറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു രണ്ട് ഹാഫ് പീരീഡ് സോണിന്റെ സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിന്റെ റേഡിയസ് വരെ ഞാൻ ആ സർക്കുലർ അപ്പർച്ചറിന്റെ റേഡിയസ് കൂട്ടി. അപ്പൊ ഈ കണ്ടീഷനിൽ A ഈക്വൽ ടു √2b ലാംഡ ആവുന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ഈ രണ്ട് സോണിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് മീൻസ് U1 മൈനസ് U2, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ U1 മൈനസ് U2 എന്ന് പറയുന്നത് U1 U2 ആൾമോസ്റ്റ് സെയിം ആയിരിക്കും, ബട്ട് U1 വിൽ ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ U2. നമ്മൾ എഴുതിയിട്ടുണ്ട് U1 ഗ്രേറ്റർ ദാൻ U2 ഗ്രേറ്റർ ദാൻ U3 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൾമോസ്റ്റ് സെയിം ആയിരിക്കും, പക്ഷെ കുറച്ച് കൂടുതൽ ഏതായിരിക്കും? U1 ആയിരിക്കും. അപ്പൊ ഇവിടെ ഇന്റൻസിറ്റി കംപ്ലീറ്റ്ലി വാനിഷ് ചെയ്ത് പോവില്ല, ചെറിയൊരു ഇന്റൻസിറ്റി കിട്ടും, വെരി സ്മോൾ ഇന്റൻസിറ്റി, ബട്ട് ദാറ്റ്സ് എ മിനിമ. ഓക്കെ, അപ്പൊ ഏറ്റവും ഡാർക്കസ്റ്റ് പോയിന്റ് ഇതായിരിക്കും. ഓക്കെ, ഇനി അഗെയിൻ ഞാൻ സൈസ് കൂട്ടി, അപ്പർച്ചർ സൈസ് കൂട്ടി, അപ്പോൾ U3 എന്നുള്ള കോൺട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ ഇന്റൻസിറ്റി കൂടാൻ തുടങ്ങും. അഗെയിൻ സർക്കുലർ അപ്പർച്ചറിന്റെ ഇന്റൻസിറ്റി കൂട്ടി, കുറച്ചും കൂടി ഇന്റൻസിറ്റി അവിടെ പിയിൽ കൂടും. നൗ തേർഡ് ഹാഫ് പീരീഡ് സോണിന്റെ റേഡിയസ് വരെ ഞാൻ സർക്കുലർ അപ്പർച്ചറിന്റെ റേഡിയസ് കൂട്ടി. അപ്പൊ അഗെയിൻ അപ്പൊ ഏതൊക്കെ വരും? ഈ മൂന്ന് ടേം, ഫസ്റ്റ് മൂന്ന് ടേം ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് U1 പ്ലസ് U2 പ്ലസ് U3. അഗെയിൻ ദാറ്റ് വിൽ ബി എ മാക്സിമം, ബട്ട് നോട്ട് ആസ് ബ്രൈറ്റ് ആസ് ദ ഫസ്റ്റ് കേസ്. ഓക്കെ, ഇതും മാക്സിമം ആയിരിക്കും, രണ്ടാമത്തെ മാക്സിമം ആയിരിക്കും, പക്ഷെ മറ്റേതിൻ്റെ അത്രയും ബ്രൈറ്റ് ആയിരിക്കില്ല. ഫസ്റ്റ് പോയിന്റ് ആയിരിക്കും ഏറ്റവും ബ്രൈറ്റസ്റ്റ്. ഓക്കെ, പിന്നെ അഗെയിൻ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടും തോറും അഗെയിൻ ഡാർക്കായി വരും, അഗെയിൻ ബ്രൈറ്റ് ആയി വരും, അങ്ങനെ 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 മാറി 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 വരും. ഓക്കെ, സോ ഞാനിപ്പോ ഫ്രണൽ ഡൈഫ്രാക്ഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രണൽ ഡൈഫ്രാക്ഷനിൽ സെൻട്രൽ സ്പോട്ടിന് എന്ത് സംഭവിക്കുന്നു മാത്രമാണ് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, P എന്ന് പറയുന്നത് സെൻട്രൽ സ്പോട്ടാണ്, സിമെട്രിക് പോയിന്റ് ആണ്. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് ഈ സ്ക്രീനിൽ തന്നെ ബാക്കി ഏരിയയിൽ എന്ത് സംഭവിക്കും, നമ്മളെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, ഓക്കെ, ഏത് തരത്തിലുള്ള ഫ്രിഞ്ചസ് ആണ് കിട്ടുക, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ സെൻട്രൽ സ്പോട്ടിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, അവിടുന്ന് അങ്ങോട്ട് തോറും ബേസിക്കലി ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, സർക്കുലർ അപ്പർച്ചർ സിമെട്രിക് ആയത് കാരണം നമ്മുടെ പാറ്റേൺസും ഡൈഫ്രാക്ഷൻ പാറ്റേൺസും സർക്കുലർ റിങ്സ് ആയിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, പക്ഷെ അതിന്റെ കാൽക്കുലേഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പം നമ്മുടെ ഒരു B.Sc സിലബസിലുള്ള ഒരു സ്കോപ്പ് ഉള്ള സാധനമല്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ആണ്. സോ അതുകൊണ്ട് നമ്മളത് ഇവിടെ പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്നില്ല, സെൻട്രൽ പോയിന്റ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്കൊന്ന് പറയാൻ പറ്റും, ദാറ്റ് വിൽ ബി സർക്കുലർ. സർക്കുലർ ഷേപ്പിലുള്ള ഫ്രിഞ്ചസ് ആയിരിക്കും കിട്ടുക, അൺഈവൻ ഫ്രിഞ്ചസ് ആയിരിക്കും. ഓക്കെ, അത്രയും പറയാം. പിന്നെ നമ്മൾ ആകെ വി ആർ ഫോക്കസിങ് ഓൺലി അറ്റ് ദ സെൻട്രൽ പോയിന്റ്. സെൻട്രൽ പോയിന്റിൽ മാത്രമാണ് നമ്മൾ എന്താ ശ്രദ്ധ കൊടുക്കുന്നുള്ളൂ. വേറെ ഒന്നും കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, so that is the frontal diffraction due to a circular aperture. Okay, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Now, okay, അതൊരു ടോട്ടൽ അനിമേഷൻ കാണിച്ചെന്ന് മാത്രം. ഈ സർക്കുലർ അപ്പർച്ചറിന്റെ റേഡിയസ് കൂടുന്തോറും ആ സ്ക്രീനിലുള്ള സെൻട്രൽ പോയിന്റിന് എന്ത് സംഭവിക്കും? സോ സെൻട്രൽ പോയിന്റ് ആദ്യം ഇൻക്രീസ് ചെയ്യും ഇന്റൻസിറ്റി, ദെൻ ഒരു മാക്സിമം എത്തും, ദെൻ ഡിക്രീസ് ചെയ്യും, ഒരു മിനിമം എത്തും, then again increase ചെയ്യും, മാക്സിമം എത്തും, അങ്ങനെ അങ്ങനെ പോകും. സോ ദാറ്റ് ഈസ്
ബേസിക്കലി ഫ്രണ്ടൽ ഡൈഫ്രാക്ഷൻ ഡ്യൂ ടു എ സർക്കുലർ അപ്പർച്ചർ. ഇനി ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ മാക്സിമം വരും, എപ്പോഴൊക്കെ മിനിമം വരും ആ പി എന്ന് പറയുന്ന പോയിന്റ്, സെൻട്രൽ പോയിന്റ്. അതെന്താ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലർ അപ്പർച്ചറിൻ്റെ റേഡിയസ്, അതാണ് ഞാൻ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഒന്നുകിൽ റൂട്ട് ബി ലാംഡ, അല്ലെങ്കിൽ റൂട്ട് 3b ലാംഡ, അല്ലെങ്കിൽ റൂട്ട് 5 ലാംഡ. ഓക്കെ, ഓഡ് നമ്പേഴ്സ് അങ്ങനെ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി മാക്സിമ. അല്ലെങ്കിൽ ഇൻ ജനറൽ എനിക്ക് പറയാൻ പറ്റും എ ഈക്വൽ ടു റൂട്ട് ഓഫ് 2n+1 b ലാംഡ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മാക്സിമ, വേർ n ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. മാക്സിമയുടെ കണ്ടീഷൻ. ഇനി മാക്സിമയിൽ തന്നെ ഏതാ ബ്രൈറ്റസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കേസ് റൂട്ട് ഓഫ് ബി ലാംഡ ഇതായിരിക്കും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ബ്രൈറ്റസ്റ്റ്. ഓക്കെ, ഇനി സർക്കുലർ അപ്പർച്ചറിന്റെ റേഡിയസ് എ ഈക്വൽ ടു റൂട്ട് ഓഫ് 2b ലാംഡ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് 4b ലാംഡ, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് അതിന്റെ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ മിനിമ. അല്ലെങ്കിൽ ജനറൽ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും എ ഈക്വൽ ടു റൂട്ട് ഓഫ് 2n b ലാംഡ, വേർ n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും നിങ്ങൾക്ക് മിനിമാസ് ആണ് കിട്ടുക. അതിൽ തന്നെ ഏറ്റവും ഡാർക്കസ്റ്റ് ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വൺ, റൂട്ട് ഓഫ് 2b ലാംഡ വിൽ ബി ദ ഡാർക്കസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ സ്ക്രീനിൽ അപ്പർച്ചറിന്റെ സൈസ് കൂട്ടും തോറും ബ്രൈറ്റും ഡാർക്കും പോയിന്റുകൾ നമുക്ക് മാക്സിമം മിനിമം കിട്ടും. സെൻട്രൽ പോയിന്റ് മാറും. ചില സമയത്ത് മാക്സിമം ആയിരിക്കും, ചില സമയത്ത് മിനിമം ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ frontal diffraction due to a circular aperture. Now, okay, so last slide നമ്മൾ ഏതൊക്കെ കണ്ടീഷനിൽ മാക്സിമം വരും മിനിമം വരും എന്ന് പറഞ്ഞു. സോ ബേസിക്കലി ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത് വെച്ചാൽ അപ്പർച്ചർ സൈസ് മാറ്റി വരിക. സ്ക്രീൻ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ വെച്ചു, അപ്പർച്ചർ സൈസ് ആദ്യം 0 സ്റ്റാർട്ട് ചെയ്ത് കൂട്ടി നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ മാക്സിമം കിട്ടും, ദെൻ മിനിമം കിട്ടും, ദെൻ മാക്സിമം കിട്ടും, ഇങ്ങനെ ചെയ്തിരുന്നത്. ഓക്കെ, സോ അതിൻ്റെ കണ്ടീഷൻസ്, ആ സർക്കുലർ അപ്പർച്ചറിൻ്റെ റേഡിയസിൻ്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മാക്സിമം മിനിമം ആവുന്ന കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. നൗ ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പർച്ചറിൻ്റെ സൈസ് ഫിക്സ് ചെയ്ത് വെക്കാം, ദെൻ ഈ സ്ക്രീന് നീക്കാം. സോ ബേസിക്കലി നിങ്ങൾ ബി എന്ന് പറയുന്ന പോയിന്റ് മാറ്റും, ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറ്റും, എ ഫിക്സഡ് ആക്കി വെക്കും, ബി മാറ്റി വരും. അപ്പോൾ ഇതേ എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടും. സോ ബേസിക്കലി ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ സ്ക്രീൻ ഡിസ്റ്റൻസ്, ആ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറ്റി വരും. അപ്പോൾ ഈ കണ്ടീഷൻ എപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ബി ഈക്വൽ ടു എ സ്ക്വയർ ബൈ ഓഡ് നമ്പർ ഓഫ് ലാംഡ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമ വരും. നേരത്തെ അതേ കണ്ടീഷൻ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, റൂട്ടിനുള്ളത് ബി ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, ബിയുടെ ടേമിൽ എഴുതി, ഇത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. ഒന്നുകിലോ സ്ക്രീൻ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് അപ്പർച്ചർ സൈസ് മാറ്റി വരാം, അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം മിനിമം കിട്ടും. ഇല്ലെങ്കിൽ അപ്പർച്ചർ സൈസ് ഫിക്സ് ചെയ്തിട്ട് സ്ക്രീന് മൂവ് ചെയ്യാം, സ്ക്രീനിൻ്റെ ഡിസ്റ്റൻസ് മാറ്റി വരിക. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാക്സിമം, അതായത് ബി ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2n+ ലാംഡ വരുമ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാക്സിമം വരും ആ ഡിസ്റ്റൻസിൽ. ദെൻ ബി ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n ലാംഡ, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം വരും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ആലോചിക്കാൻ പറ്റും. So that is frontal diffraction due to a circular aperture. Now, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസ്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു പ്ലേസ് എ ഡാർക്ക് ഡിസ്ക്. ഇപ്പം നമ്മളൊരു സർക്കുലർ അപ്പർച്ചർ, സർക്കുലർ ഓപ്പണിംഗ് വെക്കുന്നതിന് പകരം ഒരു സർക്കുലർ ഡിസ്ക്, ഒരു ലൈറ്റിൻ്റെ പാത്തിൽ ഒരു സർക്കുലർ ഡിസ്ക് വെക്കുക. ഓക്കെ, അപ്പോൾ അതിലൂടെ വരുന്ന ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുക.
ബ്ലോക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുന്നുണ്ട്. ഞാനവിടെ ലൈറ്റ് വരച്ചിട്ടുണ്ട്, കുറച്ച് റേസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാത്തിൽ ഞാൻ ഒരു ഒപ്പേക് ഡിസ്ക് വെക്കുകയാണ്. സോ ബേസിക്കലി എന്ത് കിട്ടണം? നമുക്കൊരു ഷാഡോ കിട്ടണം സ്ക്രീനിൽ. ഓക്കെ, സോ ബേസിക്കലി അതാണ് ഈ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. ഇതാണ്, ഒരു ഡിസ്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ നമുക്ക് എവിടെ കിട്ടും? സ്ക്രീനിൽ കിട്ടും. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ഫ്രണൽ കൺസ്ട്രക്ഷൻ, നമ്മൾ ഹാഫ് പീരീഡ് സോൺസ് ഒക്കെ കൺസ്ട്രക്ട് ഒക്കെ ചെയ്തു. സോ ബേസിക്കലി അങ്ങനത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇഫ് ദാറ്റ് ഒപ്പേക് ഡിസ്ക്, നമ്മൾ വെച്ചിരിക്കുന്ന ഒപ്പേക് ഡിസ്ക്, സപ്പോസ് ഇറ്റ് കവേഴ്സ് എം ഹാഫ് പീരീഡ് സോൺസ്, അതായത് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ കവർ ചെയ്തു, സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ കവർ ചെയ്തു, തേർഡ് ഹാഫ് പീരീഡ് സോൺ കവർ ചെയ്തു, അതൊക്കെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ എം ഹാഫ് പീരീഡ് സോൺസ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്നുള്ള ലൈറ്റ് ഒക്കെ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ പിയിലുള്ള ഇൻറ്റൻസിറ്റി, പി എന്ന് പറയുന്നത് സെൻറ്റർ പോയിന്റ് ആണ്, സ്ക്രീനിലുള്ള സെൻറ്റർ പോയിന്റ് ആണ്. സോ പിയിലുള്ള ഇൻറ്റൻസിറ്റി ഓൺലി കോൺട്രിബ്യൂഷൻ ഫ്രം റിമൈനിങ് ഹാഫ് പീരീഡ് സോൺ, M+1 മുതലുള്ള ഹാഫ് പീരീഡ് സോണിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഫ്രണൽ ഹൈജീൻസ് തിയറി, യു ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? റിമൈനിങ് ഹാഫ് പീരീഡ് സോണിന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു M+1 മൈനസ് യു M+2 പ്ലസ് യു M+3. അതായത് എം വരെയുള്ളത് പോയി, എം വരെയുള്ള കോൺട്രിബ്യൂഷൻ പോയി. അവിടെ നിങ്ങൾ M+1 മുതൽ മാത്രമേ നോക്കണ്ടു. സോ യു M+1 മൈനസ് യു M+2 അങ്ങനെ 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 പോകും. ഓക്കെ, അപ്പോൾ അതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ വിൽ ബി ഈ ലോവസ്റ്റ് ഹാഫ് പീരീഡ് സോണിന്റെയും പകുതി ഉണ്ടാവുള്ളൂ. ലോവസ്റ്റ് ഹാഫ് പീരീഡ് സോണിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യു M+1 ആണ്, അതിന്റെയും പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, so that there will be some light, but എന്താ പറയുക, that will be bright. അപ്പോൾ സെൻറ്ററിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഈ ഷാഡോന്റെ സെൻറ്ററിൽ നിങ്ങൾക്കൊരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടണം, അക്കോർഡിംഗ് ടു ഫ്രണൽ ഹൈജീൻ തിയറി. വേവ് തിയറിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഫ്രണൽ ഈ തിയറി, വേവ് തിയറിയും ഇങ്ങനത്തെ ഡൈഫ്രാക്ഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒപ്പേക് ഡിസ്ക് വെച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്തത് പോയ്സൺ ആണ്. Okay, Poisson. So that's why this spot is called Poisson spot. So Poisson basically അദ്ദേഹം ഒരു എക്സ്പെരിമെന്റലിസ്റ്റ് അല്ല, ഹിസ് ജസ്റ്റ് എ തിയറട്ടീഷ്യൻ അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഇവരുടെ തിയറി വെച്ചിട്ട് പോയ്സൺ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്ത് there will be a centrally bright spot ഉണ്ടായിരിക്കും പ്രെഡിക്റ്റ് ചെയ്തു ഈ തിയറി വെച്ചിട്ട്. ഓക്കെ, പക്ഷേ ഈ പോയ്സൺ എന്ന് പറയുന്നത്, അദ്ദേഹം ഈ വേവ് തിയറി ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. വേവ് തിയറി തെറ്റാ എന്ന് ധാരണ ഉള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു പോയ്സൺ. ഓക്കെ, സോ പോയ്സൺ ആക്ച്വലി ഹി ബിലീവ്ഡ് ഇൻ കോർപ്പസ്കുലർ തിയറി അല്ലെങ്കിൽ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ. കോർപ്പസ്കുലർ തിയറി ആണ് കറക്റ്റ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സയന്റിസ്റ്റ് ആണ് പോയ്സൺ. ഓക്കെ, അപ്പോൾ പോയ്സൺ ഇത് പ്രെഡിക്റ്റ് ചെയ്തു. സെൻട്രൽ ഇപ്പോൾ വേവ് തിയറി പ്രകാരമാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഒരു ഡാർക്ക് സ്പോട്ട് കിട്ടണം. സോ ബേസിക്കലി നമ്മൾ അതൊന്നും കാണാറില്ല, അതുകൊണ്ട് ഈ തിയറി തെറ്റാണെന്ന് പോയ്സൺ പറഞ്ഞു. ഏത് വേവ് തിയറി തെറ്റാണെന്ന് പോയ്സൺ പറഞ്ഞു. ഓക്കെ, കാരണം അദ്ദേഹം കോർപ്പസ്കുലർ തിയറിയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തതിന് ശേഷം ബേസിക്കലി ഫ്രണലും വേറൊരു സയന്റിസ്റ്റും കൂടിയിട്ട് ഈ പോയ്സൺ സ്പോട്ടിന്റെ എക്സിസ്റ്റൻസ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തു. സോ അഗെയിൻ എന്താ പറയുക, വേവ് തിയറിയാണ് കറക്റ്റ് എന്ന് പിന്നെയും they proved. Okay, so that is about frontal diffraction due to an opaque disk. So ആദ്യം ഫ്രണൽ ഇത് എക്സ്പെരിമെന്റിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒപ്പേക് ഡിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് പോയ്സൺ ഇങ്ങനെ ഒരു ദർ വിൽ ബി എ ഫെയിലിയർ, വേവ് തിയറിയുടെ ഒരു ഫെയിലിയറിൽ ഇങ്ങനെ സെൻട്രൽ ഒരു സ്പോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് പ്രെഡിക്റ്റ് ചെയ്തു പോയ്സൺ സ്പോട്ട്. അത് തെറ്റാണെന്നാണ് പോയ്സൺ പറഞ്ഞത്.
പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ ഈ ഫ്രണൽ എന്ത് ചെയ്തു വെച്ചാൽ അത് ശരിയാണ്, ബേസിക്കലി യു ആർ ഗെറ്റിംഗ് എ സ്പോട്ട്, ബ്രൈറ്റ് സ്പോട്ട് അറ്റ് ദ സെന്റർ. അത് എക്സ്പെരിമെന്റലി അദ്ദേഹം പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫ്രണൽ ഡൈഫ്രാക്ഷൻ ഡ്യൂ ടു ഒപേക്ക് ഡിസ്ക്. നൗ ഓക്കെ, ദർ ഇസ് എ വണ്ടർഫുൾ കൺസ്ട്രക്ഷൻ. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചു, ഇങ്ങനെ ഈ തലതിരിഞ്ഞ് മൂക്ക് പിടിക്കുന്ന എന്തിനാണ് ഇങ്ങനെ സോണൊക്കെ ആക്കി നമ്മളൊരു ഇമാജിനറി കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷൻ ദാറ്റ് ഈസ് കാൾഡ് സോൺ പ്ലേറ്റ്. ഓക്കെ, സോൺ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്. സോ അത് എന്താ സോൺ പ്ലേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഹാഫ് പീരീഡ് സോണിൻ്റെ റേഡിയസുകൾ നമുക്കറിയാം. സോ ദാറ്റ് ഈസ് radius is directly proportional to root of integers, square root of integers. Okay, അപ്പോൾ അതിൻ്റെ ഫോർമുല റൂട്ട് ഓഫ് എൻ ബി ലാംഡ. അപ്പോൾ ലാംഡ ഫിക്സഡ് ആണ്, ബി ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ സോ ദാറ്റ് വിൽ ബി റൂട്ട് എൻ ഇൻറ്റു റൂട്ട് ബി ലാംഡ, അല്ലെങ്കിൽ റൂട്ട് എൻ ഇൻറ്റു കെ, സം കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഓരോന്നിൻ്റെ റേഡിയസ് എന്തായിരിക്കും? റൂട്ട് 1 ഇൻറ്റു സം കോൺസ്റ്റൻറ്റ്, റൂട്ട് 2 ഇൻറ്റു സം കോൺസ്റ്റൻറ്റ്, റൂട്ട് 3 ഇൻറ്റു സം കോൺസ്റ്റൻറ്റ്, എക്സെട്ര. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തു. ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് റൂട്ട് 1 ഇൻറ്റു സം ഫാക്ടർ, റൂട്ട് 1 ഇൻറ്റു സം ഫാക്ടർ, അത് വെച്ചിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു. സിമ്പിളാണ്. ഒരു കോമ്പസ് എടുക്കുക. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് 1, ഒരു സർക്കിൾ വരയ്ക്കുക. ദെൻ റൂട്ട് 2 ഇൻറ്റു സം കോൺസ്റ്റൻറ്റ്, സെയിം കോൺസ്റ്റൻറ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ സർക്കിൾ വരയ്ക്കുക. അങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് വരച്ച് പോവുക. അതിൻ്റെ റേഡിയസ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് 1, റൂട്ട് 2, റൂട്ട് 3, എക്സെട്ര. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരുപാട് കോൺസെൻട്രിക് സർക്കിൾസ് കിട്ടും. ഓക്കെ, ഇനി അതിലെ ആൾട്ടർനേറ്റ് സോൺസിനെ ഞാൻ ഡാർക്ക് കളർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. സോ ആൾട്ടർനേറ്റ് സോൺസിൽ ഞാൻ ഷെയ്ഡ് കൊടുത്തു, ബ്ലാക്ക് കളർ അടിച്ചു. ഓക്കെ, സച്ച് എ കൺസ്ട്രക്ഷൻ ഈസ് നോൺ ആസ് സോൺ പ്ലേറ്റ്. അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ഏതിൽ? OHP ഷീറ്റിലേക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ആ വൈറ്റ് കാണുന്നോടത്ത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ബിക്കോസ് OHP ഷീറ്റ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ആ വൈറ്റ് കാണുന്നോടത്ത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ബ്ലാക്ക് കാണുന്നോടത്ത് ഒപ്പേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം ചില സ്ഥലങ്ങളിൽ ട്രാൻസ്പെറൻറ്റ്, ചില സ്ഥലങ്ങളിൽ ഒപ്പേക്ക്, ആൾട്ടർനേറ്റ് സോൺസ് ഒപ്പേക്ക് ആയിരിക്കും. സച്ച് എ കൺസ്ട്രക്ഷൻ ഈസ് കാൾഡ് സോൺ പ്ലേറ്റ്. അപ്പോൾ സോൺ പ്ലേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് സോൺസ് എന്തായിരിക്കും, ആൾട്ടർനേറ്റ് റീജിയൻസ് ഡാർക്ക് ആയിരിക്കും. ഓക്കെ, ഇനി അതിൽ ആ സർക്കിൾസിൻ്റെ റേഡിയസ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റിജേഴ്സ്. ഇതാണ് സോൺ പ്ലേറ്റ്. ഓക്കെ, ഇനി സോൺ പ്ലേറ്റിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ സർക്കുലർ അപ്പർച്ചർ വെച്ച സ്ഥലത്ത് ഞാനിപ്പോൾ ഒരു സോൺ പ്ലേറ്റ് കൊണ്ടുവച്ചു. ഓക്കെ, ഇപ്പം ഞാൻ ആ ഫിഗറിൽ നോക്കാം. അപ്പോൾ ആ സോൺ പ്ലേറ്റിലെ നടുക്ക് ട്രാൻസ്പെറൻ്റ് ആണ്. ആ OHP ഷീറ്റിൽ അവിടെ ബ്ലാക്ക് ഇങ്ക് ഒന്നുമില്ല. സോ ദാറ്റ് വിൽ ബി ട്രാൻസ്പെറൻറ്റ്. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റ് സോൺസ് മാത്രമേ, അവിടെ നിന്നുള്ള ലൈറ്റ്സ് മാത്രമാണ്, ആൾട്ടർനേറ്റ് സോൺസ് എന്ന് പറയണ്ട. സോ ദിസ് ഇസ് എ സോൺ പ്ലേറ്റ്. അപ്പോൾ ഈ ആൾട്ടർനേറ്റ് ഏരിയയിൽ മാത്രമേ ലൈറ്റ് കടത്തി വിടുള്ളൂ. ഓക്കെ, നൗ ഞാനൊരു സ്ക്രീൻ വെച്ചു. ഓക്കെ, ആ സ്ക്രീൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് B സച്ച് ദാറ്റ് B ഈക്വൽ ടു k²/λ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിസ്റ്റൻസിൽ ഞാൻ സ്ക്രീൻ കൊണ്ടുവച്ചു. ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു k²/λ, വേർ k ഞാൻ നേരത്തെ എടുത്ത ആ കോൺസ്റ്റന്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചാൽ, ഈ P1 ഉണ്ടാവുന്ന ആ ഡിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഹാഫ് പീരീഡ് സോൺസും ആ സോൺ പ്ലേറ്റിലെ ട്രാൻസ്പെറൻറ്റ് സോൺസും സെയിം ആയിരിക്കും. അതായത് ആ സോൺ പ്ലേറ്റിലെ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ മൊത്തം ഏറ്റവും നടുക്കത്തെ സ്പോട്ട് ദാറ്റ് വിൽ കറസ്പോണ്ട് ടു ദ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. ദെൻ സെക്കൻഡ് ഡാർക്ക് റീജിയൻ, ഞാൻ ആ സോൺ പ്ലേറ്റിൽ സെക്കൻഡ് ഡാർക്ക് റീജിയൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഒക്യുപ്പൈഡ് ബൈ സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ. ഓക്കെ,
ദെൻ അടുത്തൊരു ട്രാൻസ്പെറൻറ്റ് റീജിയൻ ആണ്, അതിൽ തേർഡ് ഹാഫ് പീരീഡ് സോൺ ഉണ്ടായിരിക്കും. അടുത്തൊരു ഒപ്പേക്ക് റീജിയൻ ആണ്, അതിൽ ഫോർത്ത് ഹാഫ് പീരീഡ് സോൺ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അങ്ങനെ പോകും. സോ ബേസിക്കലി എന്ത് സംഭവിച്ചു വെച്ചാൽ ആൾട്ടർനേറ്റ് സോൺസ് നമ്മൾ ബ്ലോക്ക് ചെയ്തു. ആൾട്ടർനേറ്റ് സോൺസ് എന്നുള്ള ലൈറ്റ് കടത്തി വിടുന്നില്ല. ഓക്കെ, അപ്പോ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് വെച്ചാൽ യു ഈക്വൽ ടു U1, അടുത്തത് U2 എന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ്, അത് പോയി, ബിക്കോസ് അത് നമ്മൾ ബ്ലോക്ക് ചെയ്തു. സോ U1 പ്ലസ് U3 പ്ലസ് U5, അങ്ങനെ പോസിറ്റീവ് പാർട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് വിൽ കറസ്പോണ്ട് ടു എ മാക്സിമം. ഓക്കെ, എല്ലാം ഒരേ ഫേസിലാണ്. സോ ഒക്കെ കൂടി എന്ത് ചെയ്യും, ഒക്കെ കൂടി ആഡ് ചെയ്യാണ് ചെയ്യുക. സോ P1 വിൽ ബി മാക്സിമം, വെരി മച്ച് ബ്രൈറ്റർ ആസ് കമ്പയർഡ് ടു എന്താ പറയുക, ഒരു നമ്മൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്, ഒന്നും ബ്ലോക്ക് ചെയ്യാതെ വെക്കുന്ന സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിന്റെ പകുതി കോൺട്രിബ്യൂഷനേ അവിടെയുള്ളൂ. ഇപ്പോൾ അതിന്റെ എത്രയോ മടങ്ങ്, എത്രയോ ഇരട്ടിയാണ് അവിടുത്തെ P1 ഇന്റൻസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു U1 പ്ലസ് U3 പ്ലസ് U5 എക്സെട്ര, മാക്സിമം ആയിരിക്കും. ഓക്കെ, നൗ അടുത്തൊരു കണ്ടീഷൻ നോക്കുക. ഞാൻ ഈ വേറൊരു ഡിസ്റ്റൻസ്, ഓക്കെ, വേറെ ഡിസ്റ്റൻസ് B വെച്ചു. അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ദ പോയിന്റ് P2, ഞാൻ സെയിം പോയിന്റ് എന്ന് പറയുന്നില്ല, സ്ക്രീനിലെ സെൻട്രൽ പോയിന്റ് P2 is such that B equal to K square by 2 lambda. ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് വെച്ചെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ആ ഫസ്റ്റ് ഡാർക്ക് റീജിയൻ, ഏറ്റവും നടുക്ക് ബ്രൈറ്റ് ആണ്. ഓക്കെ, ഈ ബ്രൈറ്റ് റീജിയനിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഹാഫ് പീരീഡ് സോൺ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഒന്നാമത്തെ രണ്ടാമത്തെ ഹാഫ് പീരീഡ് സോണിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ഫസ്റ്റ് ഡാർക്ക് റീജിയനിൽ എന്ത് സംഭവിച്ചാൽ മൂന്നാമത്തെ നാലാമത്തെ ഹാഫ് പീരീഡ് സോൺ ബ്ലോക്ക് ചെയ്യും. ദെൻ അടുത്ത ട്രാൻസ്പെറന്റിൽ അഞ്ചാമത്തെ ആറാമത്തെയും ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ അടുത്തത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെയാണ് വരിക. അപ്പൊ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്, പിയിലുള്ള റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും നടുക്കത്തെ റീജിയനിൽ രണ്ട് ഹാഫ് പീരീഡ് സോൺ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ U1 മൈനസ് U2. ദെൻ U3 U4 ബ്ലോക്ക് ചെയ്യും. ദെൻ U5 മൈനസ് U6. ദെൻ അടുത്ത രണ്ട് ബ്ലോക്ക് ചെയ്യും. ദെൻ അങ്ങനെ 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 പോകും. ഓക്കെ, അപ്പൊ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ U1 മൈനസ് U2 ആൾമോസ്റ്റ് 0 ആണ്. U5 മൈനസ് U6 ആൾമോസ്റ്റ് 0 ആണ്. സോ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് വിൽ ബി മിനിമം. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ മിനിമായി. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഡിസ്റ്റൻസ് എടുത്തു, മൂന്നാമത്തെ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ആ പോയിന്റ് ഞാൻ P3 എന്ന് കൊടുത്തു. അപ്പൊ ആ ഡിസ്റ്റൻസ് എങ്ങനെ എടുത്തിരിക്കുന്നത് വെച്ചാൽ സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് B ഈക്വൽ ടു K സ്ക്വയർ ബൈ 3 ലാംഡ. K സ്ക്വയർ ബൈ 3 ലാംഡ കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നടുക്കത്തെ റീജിയനിൽ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഹാഫ് പീരീഡ് സോൺ ഉണ്ടാവും. ഓക്കെ, ദെൻ ഫസ്റ്റ് ഡാർക്ക് റീജിയനിൽ 4, 5, 6, സോറി ഇത് 6 ആണ്, 4, 5, 6 ഹാഫ് പീരീഡ് സോൺസ് ഉണ്ടായിരിക്കും. ഒരു മിനിറ്റ്. സോ ഇത് ബേസിക്കലി 6 ആണ്. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക്. ശരി. അപ്പൊ ഫസ്റ്റ് ഡാർക്ക് റീജിയനിൽ 3 ഹാഫ് പീരീഡ് സോൺസ് എന്തായിരിക്കും, 4, 5, 6 അങ്ങനെ 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 പോകും. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ P എന്ന് പറയുന്ന പോയിന്റിലുള്ള റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ U1 മൈനസ് U2 പ്ലസ് U3 ഏറ്റവും ഉള്ളിലുള്ള ട്രാൻസ്പെറന്റ് റീജിയൻ. അടുത്ത 4, 5, 6 ബ്ലോക്ക് ചെയ്തു. ദെൻ 7, 8, 9 ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത 3 ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, സോ അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അഗെയിൻ മാക്സിമം, ബട്ട് നോട്ട് ആസ് ബ്രൈറ്റ് ആസ് അതർ വൺ. ഓക്കെ, മറ്റേന്റെ അത്രയും ബ്രൈറ്റ് ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ ദാറ്റ് ഇസ് എ മാക്സിമം. അപ്പൊ ഇവിടെയും സോൺ പ്ലേറ്റിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ
basically this will act as a convex lens. Okay, ഒരു കോൺവെക്സ് ലെൻസ് പോലെ ആക്ട് ചെയ്യും സോൺ പ്ലേറ്റ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്. സോ ഇൻഫിനിറ്റിയിൽ ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക? ഫോക്കസിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, എല്ലാം കൂടി കൺവേർജ് ചെയ്യും. ഇവിടെ അതന്നെ സംഭവിക്കുന്നത്, എല്ലാം കൂടി കൺവേർജ് ചെയ്യും. ഓക്കെ, ആൻഡ് പക്ഷേ കോൺവെക്സ് ലെൻസിന് എന്താ പ്രത്യേകത വെച്ചാൽ അവിടെ ഒരൊറ്റ ഫോക്കസേ ഉള്ളൂ. ഇവിടെ നമുക്ക് പല പോയിന്റിൽ നമുക്ക് ഫോക്കസ് കിട്ടും. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ബ്രൈറ്റുകൾ കിട്ടി? ഡിസ്റ്റൻസുകൾ k²/λ അല്ലെങ്കിൽ k²/3λ അല്ലെങ്കിൽ k²/5λ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കിട്ടും? ബ്രൈറ്റ് പോയിന്റുകൾ കിട്ടും, അല്ലെങ്കിൽ അതൊക്കെ ഫോക്കസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്ലെയിൻ വേവ് ഫ്രണ്ട് എല്ലാം കൂടി കൺവേർജ് ചെയ്യുന്ന പോയിന്റുകളായിട്ട് മാറും. ഓക്കെ, നൗ we will just see the theory of zone plate. സോൺ പ്ലേറ്റിന്റെ തിയറി നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫിഗറിൽ ബേസിക്കലി ഒന്നുമില്ല, ഞാൻ ഈ സോൺ പ്ലേറ്റിന്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി ഇതപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും റീജിയൻ ട്രാൻസ്പെറൻ്റ് ആണ്. ഇതാണ് ഏറ്റവും നടുക്കത്തെ റീജിയൻ, അവിടെ ട്രാൻസ്പെറൻ്റ് ആണ്. സോ ഇവിടെ ഒരു ഓപ്പണിംഗ് കാണാം, ഇവിടെയും ട്രാൻസ്പെറൻ്റ് ആണ്. അത് അടുത്ത സോണാണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കുള്ള സോൺ നമ്മൾ ബ്ലോക്ക് ചെയ്തു. അപ്പം ഞാൻ ഈ സർക്കിൾ വരച്ചിരിക്കുന്ന കൂടെയാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാനിവിടെ ഇപ്പം നേരത്തെ പറഞ്ഞു, ഞാനൊരു ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ സോഴ്സ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഓക്കെ ഫോക്കസിൽ ഇമേജ് കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതിന് പകരം ഞാൻ ഈ ആക്സിയൽ പോയിന്റിൽ ഒരു ഡിസ്റ്റൻസിൽ ഞാൻ സോഴ്സ് വെച്ചു, എസ് പറയുന്ന സോഴ്സ് വെച്ചു. ഓക്കെ, ഇനി പി ബ്രൈറ്റ് ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഈ സോൺ പ്ലേറ്റിൽ നിന്ന് എ ഡിസ്റ്റൻസ് യു, അതിൽ ഞാൻ സോഴ്സ് വെച്ചു. നമ്മുടെ ലെൻസിലും അറിയാം യു വി, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ്, അതന്നെ ഞാൻ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സോഴ്സ് യു എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ എടുത്തു. ദെൻ ഇമേജ് പി, അത് വി ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിന്റെ റേഡിയസ് ആണെന്ന് വിചാരിക്കുക, R1. സോ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ ആണ് ഞാൻ ട്രാൻസ്പെറൻ്റ് ആക്കി വെച്ചത്. സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചു. തേർഡ് ഹാഫ് പീരീഡ് സോൺ ഓപ്പൺ ചെയ്ത് വെച്ചു. അങ്ങനെ. ഓക്കെ, അപ്പോൾ പി ബ്രൈറ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പി വിൽ ബി ബ്രൈറ്റ് ഇഫ് ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, അതായത് SL പ്ലസ് LP മൈനസ് SP, ആ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം? λ/2 ആയിരിക്കണം. നമ്മുടെ ഹാഫ് പീരീഡ് സോണിന്റെ ഒരു കൺസെപ്റ്റ് ആണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ് ബ്രൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസുകളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ SL എന്ന് പറയുന്നത് ബേസിക്കലി ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിലെ ഈ ഡിസ്റ്റൻസ് യു ആയിരിക്കും. സോ U² പ്ലസ് R1², ദാറ്റ് വിൽ ബി ഈക്വൽ ടു SL². അപ്പോൾ SL ഈക്വൽ ടു റൂട്ട് ഓഫ് U² പ്ലസ് R1² കിട്ടി. ദെൻ LP എന്ന് പറയുന്നത് അതുപോലെ തന്നെ V² പ്ലസ് R1² എന്ന് എഴുതാൻ പറ്റും, അതിന്റെ റൂട്ട്. SP എന്ന് പറയുന്നത് U പ്ലസ് V. അപ്പോൾ ഈ ഒരു സാധനം SL plus LP minus SP. So that is equal to root of U² plus R1² plus V² plus R1² minus U plus V എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഒരു U² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്ത് ചെയ്യും? റൂട്ടിന്റെ പുറത്ത് യു എടുക്കാം. റൂട്ടിന്റെ പുറത്ത് യു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പ്ലസ് R1²/U² ഹോൾ റേസ്ഡ് ഹാഫ് എന്ന് എഴുതാൻ പറ്റും. റൂട്ട് തന്നെയാണ്. പ്ലസ് അതുപോലെ ഇവിടുന്ന് വി പുറത്തേക്ക് എടുത്തു, വി ഇൻറ്റു 1 പ്ലസ് R1²/V² ഹോൾ റേസ്ഡ് ഹാഫ് മൈനസ് U പ്ലസ് വി. ഓക്കെ, ഇനി ബ്രാക്കറ്റിലുള്ള ഹോൾ പവർ ഹാഫ്
ഓക്കെ, അതിന് എനിക്ക് ഐ ക്യാൻ എക്സ്പാൻഡ് വിത്ത് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് 1 + x ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് 1 + nx + n × n - 1 × x² / 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റ് ടേം പോകും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അതിൽ ഈ R1 എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ, U എന്ന് പറയുന്നത് നമ്മൾ സോഴ്സ് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, V എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ്, ഇതൊക്കെ പറയും. സോ ആസ് കമ്പയർഡ് ടു റേഡിയസ് ഓഫ് ഹാഫ് പീരീഡ് സോൺ, U ആൻഡ് V വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ. അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ താഴെയാണ്, വളരെ ചെറുതായിരിക്കും. അപ്പോൾ അതിന്റെ ഹയർ ഓർഡർ ടേംസ് വളരെ സ്മോൾ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹയർ ഓർഡർ ടേം ഒന്നും എടുക്കണ്ട, ഫസ്റ്റ് 2 ടേം മാത്രം എടുക്കുക. അങ്ങനെ എടുത്താൽ U × 1 + R12 / 2U² എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ V × 1 + R12 / 2V² എന്ന് എഴുതാൻ പറ്റും. ചെയ്ത് നോക്കിയാൽ മതി. 1 + x ഹോൾ റേസ് ടു n അതിൻ്റെ എക്സ്പാൻഷൻ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, -U + V. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ U + V ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. സോ ബാക്കി R12 / 2U² ഉം R12 / 2V² മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ R12 / 2 × 1/U + 1/V ഇതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ ഒരു സാധനം ഇഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു λ/2 അത് ബ്രൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1/U + 1/V = ഈ R12 / 2 അങ്ങോട്ട് എടുക്കുക. സോ ബേസിക്കലി λ/R12 എന്ന് വരും. സോ ദാറ്റ് വിൽ ബിക്കം ബ്രൈറ്റ്. കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്. ഇനി അതല്ലെങ്കിൽ 1/U + 1/V = n⁴/Rn², where Rn is the radius of nth half period zone. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ബ്രൈറ്റ് ആവും. ഞാനിവിടെ ജനറൽ കണ്ടീഷൻ എഴുതിയെന്ന് മാത്രം. ഓക്കെ, സോ ദിസ് ഈസ് വെരി സിമിലർ ടു നമ്മുടെ ലെൻസിന്റെ ഇക്വേഷൻ ഉണ്ട്. 1/U + 1/V = 1/f, where f is the focal length. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അപ്പോൾ ഇവിടുന്ന് നമുക്ക് 1/f = n⁴/Rn² എഴുതുകയാണെന്നുണ്ടെങ്കിൽ Fn = n⁴/Rn² എന്ന് എഴുതാൻ പറ്റും. സോറി, നേരെ തിരിച്ച്, ഇത് 1/f ആണ്. സോറി, ഇത് 1/f ആണ്. ഓക്കെ, സോ 1/Fn = n⁴/Rn². അപ്പോൾ Fn = Rn²/n⁴ തിരിച്ചെഴുതണം. Okay, so basically this is the theory of a zone plate. അപ്പോൾ സോൺ പ്ലേറ്റിന് പല ഫോക്കൽ പോയിന്റുകളുണ്ട്. ഒരു ഫോക്കൽ ലെങ്ത് അല്ല ഉള്ളത്. ഇപ്പോൾ ലെൻസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അതിനാകെ ഒറ്റ ഫോക്കൽ ലെങ്തേ ഉള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പല ഫോക്കൽ ലെങ്ത് ഉണ്ട്. ഓക്കെ, അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, so we will wind up today's class here. ഇനി നമ്മൾ ഈ ലെൻസും സോൺ പ്ലേറ്റും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ സിമിലാരിറ്റീസ് അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.